പണ്ട് നമ്മൾ ഈ റേഡിയോ കേൾക്കുന്ന കാലത്ത് കമ്പോള ആഗോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ. ആഗോളം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം എന്ന് പറയും ആകാശവാണിയിൽ. ഇപ്പോൾ അതുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അടയ്ക്ക തൊണ്ടോട് കൂടിയത് 1000-ന് ഇത്ര രൂപ, അടയ്ക്ക തൊണ്ടില്ലാതെ ഇത്ര രൂപ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുമായിരുന്നു. കൊപ്രയുടെ വിലയൊക്കെ ഓരോരുത്തർ ചെന്ന് കേൾക്കുമായിരുന്നു. ഇതിൽ ഈ ആഗോള മൊത്ത മൂല്യ വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ അത് പരിശോധിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കണ്ടത്. ദേ ആ കാഴ്ചകളിൽ ഇതൊക്കെയുണ്ട്. ഇത് നടക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരമാണ്. ലോകം മുഴുവൻ ഏറ്റവും ശ്രദ്ധാപൂർവ്വം നോക്കിക്കണ്ട ഒരു മത്സരത്തിൻ്റെ അവസാന വേദി. കഴിഞ്ഞ വർഷം ഇത് ഖത്തറിലായിരുന്നു. ഖത്തറിനും ഒരു അമീർ ഉണ്ടായിരുന്നു. ഖത്തറിൻ്റെ അമീർ അന്ന് നടന്ന ഫ്രാൻസ് അർജൻറ്റീന മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് കപ്പ് നൽകി വിജയിച്ചവരെയും റണ്ണറപ്പായവരെയും ഒക്കെ അഭിനന്ദിക്കുന്ന ചിത്രങ്ങൾ അതിൽ കാണാം. രാജാവ് ലയണൽ മെസ്സിക്ക് ബിസ്ത് പുതച്ചു കൊടുക്കുന്നതും കാണാം. അത് വലിയ കേരളത്തിലൊക്കെ ചില യൂട്യൂബർമാർ വലിയ ചർച്ചയാക്കിയിരുന്നു, ജാതിയും മതവും ഒക്കെ പറഞ്ഞു. പക്ഷേ വളരെ സന്തോഷപൂർവ്വമാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. ഭയങ്കര വൈബുള്ള ചടങ്ങായിരുന്നു. അന്നത്തെ ഫൈനൽ മത്സരം ഞാനും നേരിട്ട് കണ്ട ആളാണ്, അവിടെ പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിൽ കാണുന്നത് പോലെ ഖത്തറിനേക്കാളൊക്കെ എത്രയോ ആളോഹരി വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന ലോകത്തിലെ സൂപ്പർ പവറിൻ്റെ നേതാവിനെയാണ് എന്തുപോലെയെന്ന് വെച്ചാൽ ഏതാണ്ട് പോലെ അവഗണിച്ചത് എല്ലാവരും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? രാജ്യം ചെറുതും വലുതും നോക്കിയല്ല. ആ ആളിനൊരു ക്രെഡിബിലിറ്റി വേണം, ആ ആളിനൊരു തൂക്കം വേണം, ആ ആളിനൊരു കണ്ടൻറ്റ് വേണം. വെറുതെ സ്ഥാനത്തെ മാത്രം ആദരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊട്ടും കിട്ടൂല. അവിടെ ഡൊണാൾഡ് ട്രംപിന് കല്ല് വില പുല്ലുവിലയായിരുന്നു. കല്ല് വില പുല്ലുവില, അക്ഷരാർത്ഥത്തിൽ അതാണ് അവിടെ സംഭവിച്ചത്. അത് സംഭവിച്ചതിൻ്റെ കാരണം ഞാനൊന്ന് അന്വേഷിച്ച് ചില റിപ്പോർട്ടുകളും റെക്കോർഡുകളും ഒക്കെ പരിശോധിച്ചപ്പോൾ അമേരിക്കയിൽ വളരെ പ്രശസ്തരായ പ്രസിഡൻറ്റുമാരെ പല സർവേകളിലൂടെയും അതിൻ്റെ റെക്കോർഡ് നേട്ടങ്ങൾ വരെ രേഖപ്പെടുത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എബ്രഹാം ലിങ്കണെ പോലെയുള്ളവരെ, അവർ ചെയ്ത സേവനങ്ങൾ, ആ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ, ചിലപ്പോൾ പലർക്കും പുറത്തൊക്കെ പോയി അവരൊരുപാട് കൊള്ളയൊക്കെ ചെയ്തവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്, റൂസ്വെൽറ്റൊക്കെ പോലെയുള്ള ആളുകൾ. പക്ഷേ ആ രാജ്യത്തിന് വേണ്ടി ചെയ്ത അവസാനം വരെ ആ ലിസ്റ്റിലുള്ള 4-5 പേരിൽ ഒരാളാണ് ബറാക്ക് ഒബാമ. ബറാക്ക് ഒബാമയുടെ കാലഘട്ടത്തെ ഒരു അന്തസ്സുള്ള ഡിഗ്നിറ്റിയുള്ള ഒരു പ്രസിഡൻറ്റിൻ്റെ കാലഘട്ടമായിട്ടാണ് അമേരിക്കക്കാരും ലോകവും അംഗീകരിച്ചിട്ടുള്ളത്. യുദ്ധമൊക്കെ അവന്മാരെല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട് അവരുടെ താല്പര്യത്തിന് വേണ്ടി. പക്ഷേ ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള പ്രസിഡൻറ്റുമാരാരാണെന്ന് ഒന്ന് പരിശോധിച്ച് എണ്ണിച്ചെന്നപ്പോൾ താഴേന്ന് 3-ാം സ്ഥാനം അവർ 10 പേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ താഴെ നിന്ന് 3-ാം സ്ഥാനം നമ്മുടെ സാക്ഷാൽ ഇപ്പോഴത്തെ ട്രംപളിയനാണ്. ബാക്കിയുള്ളവരുടെ പേരൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ചിലതൊക്കെ അങ്ങ് നമ്മളൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രാതീത കാലം എന്ന് വേണമെങ്കിൽ പറയാം. ജെയിംസ് ബുച്ചാനൻ എന്ന് പറയുന്ന ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അമേരിക്കയിൽ ഒരു സിവിൽ വാറിലേക്ക് അമേരിക്കയെ തള്ളിവിട്ടത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് അൺപോപ്പുലർ ആയിട്ടുള്ള 1-ാം സ്ഥാനം പുള്ളിക്കാണ്. രണ്ടാമത് ആൻഡ്രൂ ജോൺസൺ. അദ്ദേഹം ഈ സിവിൽ വാറിന് ശേഷമുള്ള പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ കുറ്റകരമായ അനാസ്ഥ കാട്ടി എന്നുള്ളതാണ് അമേരിക്കൻ ജനതയുടെ കുറ്റപ്പെടുത്തൽ. അവരും അൺപോപ്പുലറാണ്. 3 അവിടെ കിടക്കട്ടെ. 3 ഞാൻ പറഞ്ഞല്ലോ, ട്രംപാണ്. 4-മത്തേത് ഫ്രാങ്ക്ലിൻ പിയേഴ്സ്. അദ്ദേഹവും അവിടെ ഒട്ടേറെ വയലൻസിന് നേതൃത്വം നൽകിയ ഒരു പ്രസിഡൻ്റായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വാരൻ ജി ഹാർഡിങ്, അതുപോലെ മില്ലാർഡ് ഫിൽമോർ, ജോൺ ടൈലർ, ഹെർബർട്ട് ഹൂവർ, സഖരി ടൈലർ, പിന്നെ ജോർജ് W. ബുഷ്, നമുക്കൊക്കെ അറിയാവുന്ന തന്ത ബുഷ്. കാരണം ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അടക്കമുള്ള യുദ്ധങ്ങൾ നടത്തി കൊടിയ ക്രൂരതകൾ ലോകത്ത് സൃഷ്ടിച്ച ആളായതുകൊണ്ട് 10-മത്തെ ലെവലിലാണ് അൺപോപ്പുലർ. ആ 10-മത്തെ പട്ടികയിൽ വൃത്തികെട്ടവരെ 1 മുതൽ എണ്ണുമ്പോൾ അതിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം ഈ ആദരിക്കുന്ന ചടങ്ങിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ? ഒരിടത്ത് വെച്ച് ഒരു സ്ത്രീയെ കയറി പിടിച്ചതിന് 47 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് വരുന്നത്. ആ 47 കോടി രൂപ നഷ്ടപരിഹാരം സാധാരണ ബറാക്ക് ഒബാമയ്ക്കൊക്കെ ആഗോളതലത്തിൽ ഒരുപാട് ചാരിറ്റിക്ക് വേണ്ടി ഒബാമ ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പ്രസിഡന്റുമാരുണ്ട്. ഇവിടെ 47 കോടി രൂപ അളിയൻ കൊടുത്തത് അളിയൻ്റെ കാമനകളുടെ ചിലവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അൺപോപ്പുലാരിറ്റിയുടെ കാരണങ്ങൾ ഒരു സർവേ ടീം കണ്ടുപിടിച്ചത്, ഒന്ന്, COVID-19 കാലത്ത്
വൈജ്ഞാനിക ഉപദേശങ്ങളൊക്കെ തള്ളിക്കറഞ്ഞ് വെറും പൊട്ടത്തരങ്ങൾ സ്വയം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മഹാമണ്ടൻ എന്നുള്ള നിലയിൽ 2021 അദ്ദേഹം തോറ്റു കഴിഞ്ഞപ്പോൾ ക്യാപിറ്റോൾ അക്രമത്തിന് നേതൃത്വം നൽകി, അതായത് തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാതെ വലിയ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കി എല്ലാവരും കൂടി പിടിച്ചെടുത്തത്. പിന്നെ വിദേശ നയങ്ങളിലെ പാളിച്ചകൾ, അതായത് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതും ഇറാനുമായുള്ള ആണവ കരാർ, ബറാക്ക് ഒബാമ കൊണ്ടുവന്ന ആണവ കരാർ ഏകപക്ഷീയമായി റദ്ദാക്കി ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലേക്ക് ലോകത്തിനെ തള്ളിവിട്ടതും, അതുപോലെ തന്നെ പരമ്പരാഗതമായി അമേരിക്കയുമായി അടുപ്പമുള്ള രാജ്യങ്ങളെയൊക്കെ ഇയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടും അവരെ അപമാനിക്കൽ കൊണ്ടും എതിരാളികളാക്കിയതടക്കമുള്ള കാര്യങ്ങളുണ്ട് വിദേശ നയത്തിൽ. കുടിയേറ്റ നയത്തിൽ അതിർത്തിയും മതിലും കെട്ടി ഈ പറഞ്ഞതുപോലെ സീറോ ടോളറൻസ് പോളിസി എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യരെ പോലും അകറ്റി നിർത്തി കുഞ്ഞുങ്ങളെ പല തടങ്കലിലാക്കി അതുപോലെയുള്ള ദ്രോഹങ്ങൾ ചെയ്തൊരാളെന്നുള്ള നിലയിൽ മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ കെട്ടി അതിൻ്റെ പണം മെക്സിക്കോ നൽകുമെന്ന് പറഞ്ഞുവെങ്കിലും അവസാനം അമേരിക്കയുടെ ഫണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഒരു മതിൽ കെട്ടുന്നതിന് വേണ്ടി ചെലവാക്കിയ ഒരു വെളിവില്ലാത്ത ആളെന്നുള്ള നിലയിൽ സാമ്പത്തിക നയങ്ങളിലും നികുതി ഇളവുകളിലും സാധാരണക്കാർക്ക് ഒരുപാട് ഭാരങ്ങൾ ഏൽപ്പിക്കുകയും താനടക്കമുള്ള വൻകിടക്കാർക്ക് വലിയ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അനാവശ്യമായി ചൈനയോട് പോയി വ്യാപാര യുദ്ധം നടത്തി അടിയും വാങ്ങി പുളിയും കുടിച്ച ആളെന്നുള്ള നിലയിൽ പിന്നിതെല്ലാം കൂടാതെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ 2021 ക്യാപിറ്റോൾ ആക്രമണത്തിൽ ഇംപീച്ച് നടപടികൾ നേരിട്ട ഒരാളെന്നുള്ള നിലയിൽ ഒക്കെ അൺപോപ്പുലറാണ്, ഏറ്റവും അൺപോപ്പുലറാണ്. സഖ്യകക്ഷികളെന്ന് പറയുന്ന ആളുകളോട് പോലും പെരുമാറുന്ന രീതി അടക്കമുള്ളവ ഏറ്റവും ആ മനുഷ്യനെ അൺപോപ്പുലറാക്കി മാറ്റി എന്നുള്ളതാണ്. എന്നിട്ട് ഒരുതരം നിലവാരമില്ലാത്ത ആളിനെപ്പോലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടി കെഞ്ചുക, വേറെ രാജ്യങ്ങളിൽ പോയി വമ്പ് പറഞ്ഞ് വിമാനമടക്കമുള്ളവ ഹദിയ വാങ്ങിക്കുക, പറയുന്ന വാക്കിന് യാതൊരു വിലയുമില്ലാതിരിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്ത ആളാണ്. വളരെ കൃത്യനിഷ്ഠയോടെയും ജാഗ്രതയോടെയും ജീവിതം ഒരു തപസ്യ പോലെ കൊണ്ട് നടന്ന് കായിക വിനോദത്തെ സ്നേഹിക്കുന്ന, മനുഷ്യൻ്റെ കറുപ്പും വെളുപ്പുമില്ലാത്ത സ്നേഹത്തിൻ്റെ ഭാഷ കാലിൻ്റെ മാന്ത്രികത കൊണ്ട് സൃഷ്ടിക്കുന്ന ഫുട്ബോൾ കളിക്കാരെ ആദരിക്കാൻ വന്നപ്പോൾ അവർ മുഖം തിരിച്ച് കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാണ്. അതെ, ദ മോസ്റ്റ് അൺപോപ്പുലർ പ്രസിഡൻറ്റ് ഓഫ് അമേരിക്ക ഇൻ ദ ഹിസ്റ്ററി ഓഫ് അമേരിക്ക ഈസ് നൺ അതർ ദാൻ ഡൊണാൾഡ് ട്രംപ്.